പാർട്ടിയുടെ ഉന്നതാധികാര ഒരു മീറ്റിംഗാണ് ഇന്നിവിടെ അടിയന്തരമായി യോഗം ചേർന്നത്. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ അടിയന്തരമായി തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ യോഗം നടന്നത്. ഒന്ന്, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം ഉണ്ടായിരുന്നത്. അതേസമയത്ത് പാർട്ടി ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് 2 മുന്നണികളുണ്ട്. ആ 2 മുന്നണികളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. 2 മുന്നണികളിലെയും പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ശിവസേനയുടെ കേരള ഘടക നേതൃത്വത്തോട് അതിൻ്റെ പല ജില്ലാ നേതാക്കളോടും അവരുടെ മുന്നണികളിലേക്ക് ഒരു ചേരുന്നതിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനൊരു സംഭാഷണം നിലനിൽക്കുന്നത് കൊണ്ട് പാർട്ടിയിലെ മുഴുവൻ പ്രവർത്തകരുടെയും അഭിപ്രായം അറിയാൻ കൂടി വേണ്ടിയാണ് ഇന്ന് ഈ യോഗം ചേർന്നത്. അതിനുവേണ്ടി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെയും നേതാക്കളുടെ ഒരു മീറ്റിംഗാണ് ഇവിടെ നടന്നത്. അപ്പം ഇത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മളും എടുത്തു. 2 മുന്നണികളോടും വീണ്ടും സംസാരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ത്യ മുന്നണിയിൽ ശിവസേന ഉള്ളത് കൊണ്ട് അതിനകത്ത് ഇടതുപക്ഷ മുന്നണിയിലെ ആൾക്കാരുമുണ്ട്, അതേപോലെ UDFിലെ ആൾക്കാരും ഇന്ത്യ മുന്നണിയിലുണ്ട്. അപ്പോൾ 2 മുന്നണികളും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംവിധാനത്തിലാണ്. അതുകൊണ്ട് 2 മുന്നണികളിലും നമ്മുടെ ശിവസേന കേന്ദ്ര നേതാക്കൾ ഇവരെല്ലാം ചേർന്നൊരു മുന്നണിയിലാണ് ഇപ്പോൾ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചൊരു തീരുമാനമെടുക്കാൻ വേണ്ടി നമ്മൾ യോഗം ചേർന്നത്. അപ്പോൾ 2 മുന്നണികളുമായിട്ടുള്ള ചർച്ച വീണ്ടും നടത്തിയിട്ട് ഒരു തീരുമാനം നമ്മൾ ഇത് മാധ്യമങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ യോഗം നിശ്ചയിച്ചത്. അപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു മീറ്റിംഗ് നമ്മൾ നിശ്ചയിച്ചിട്ട് ഏതെങ്കിലും ഒരു മുന്നണിയിൽ നമ്മൾ ശിവസേന കേരളത്തിലെ മാത്രം. അപ്പം അതോടൊപ്പം തന്നെ ഈ മുന്നണിയുമായി സംസാരിച്ചിട്ടൊപ്പം കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതി കൂടിയായിരിക്കും നമ്മൾ ആ മുന്നണിയിലേക്ക് പ്രവേശിക്കുന്ന തീരുമാനമെടുക്കുക. ഏതായാലും ഉണ്ടാവും. 2 ആഴ്ചയ്ക്ക് 15 ദിവസത്തിനാണ് ഇതിന് തീരുമാനമുണ്ട്.